പഞ്ചാബിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നേരിടുന്നത്. സത്യത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. സഖ്യം ഏകദേശം ധാരണയിലുമായിട്ടുണ്ട്. ഇനിയുള്ളത് സീറ്റ് വിഭജനം മാത്രമാണ്. എന്നാൽ AAP ഭരിക്കുന്ന പഞ്ചാബിൽ സഖ്യം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം ഇവിടെ പരസ്പരം പോരടിക്കുകയാണ് കോൺഗ്രസും AAPയും എന്നുള്ളതാണ്. സംസ്ഥാനത്ത് 92 സീറ്റ് നേടി അധികാരത്തിൽ വന്ന ശേഷം AAP നേരിടുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. അകാലിദൾ ഇവിടെ ദുർബലമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് മത്സരം കോൺഗ്രസും AAPയും തമ്മിലാവുന്നത്. 2014 4 സീറ്റുകൾ നേടി AAP വരവറിയിച്ചിരുന്നു. എന്നാൽ 2019 ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. AAPയുടെ ഭരണത്തിലെ പാളിച്ചകളെല്ലാം കോൺഗ്രസ് തുറന്നു കാണിക്കുന്നുമുണ്ട്. ഇന്ത്യ സഖ്യം നിലവിൽ പഞ്ചാബിലടക്കം ഒരുമിച്ച് മത്സരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കെജ്രിവാൾ അടക്കമുള്ളവർക്ക് ഇതിനോട് വലിയ താല്പര്യവുമുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ പഞ്ചാബിൽ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. 2 പാർട്ടികളും സഖ്യത്തിലെത്തിയാൽ അത് പഞ്ചാബിൽ വലിയ തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തിൽ വന്നത് കോൺഗ്രസിനെതിരെയുള്ള ജനവിരുദ്ധ വികാരത്തെ മുതലെടുത്താണ്. കോൺഗ്രസിന്റെ 8 സിറ്റിംഗ് MPമാരും AAPയുമായി സഖ്യത്തിന് തയ്യാറാണ്. പക്ഷേ AAPയുടെ പോലീസ് നടപടികളുടെ ചൂടറിഞ്ഞ നേതാക്കൾ ഇതിനെ എതിർക്കുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനം, വിജിലൻസ് അന്വേഷണം, ജയിലിലായവർ എന്നിങ്ങനെ കോൺഗ്രസിൽ വലിയൊരു വിഭാഗം തന്നെയുണ്ട്. ഇവരെല്ലാം AAPയെ ശക്തമായിട്ടാണ് എതിർക്കുന്നത്. AAP കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുന്നുവെന്നാണ് ആരോപണം. അതുപോലെ സംസ്ഥാനത്തെ AAPയും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിനും എതിരാണ്. അതിന് പ്രധാന കാരണം ആശയപരമായി 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. 2 പാർട്ടികളുടെയും ഹൈക്കമാൻഡ് സഖ്യം വന്നേ തീരൂ എന്ന നിലപാടിലാണ്. കാരണം പഞ്ചാബിലെ തീരുമാനം ശരിയായി വന്നില്ലെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലെ സഖ്യത്തെയും ബാധിക്കും. ഹരിയാന, രാജസ്ഥാൻ, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ആം ആദ്മി പാർട്ടി ഇത്തവണ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സഹായമില്ലാതെ ഇവിടെ വോട്ട് വർദ്ധിപ്പിക്കാനും AAPക്ക് സാധിക്കില്ല. കോൺഗ്രസ് ഇവർക്ക് സീറ്റ് നൽകിയാൽ മാത്രമേ ഇവിടങ്ങളിൽ മത്സരിക്കാനാവൂ. ഇങ്ങനെയുള്ളപ്പോൾ കോൺഗ്രസ് പറയുന്നത് പോലെ അനുസരിക്കുക മാത്രമേ AAPക്ക് വഴിയുള്ളൂ. സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളും തൂത്തുവാരാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കണമെങ്കിൽ കോൺഗ്രസ് AAP സഖ്യം ആവശ്യമാണ്. അതിനു മുൻപ് സംസ്ഥാന സമിതികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതായി വരും. അതേസമയം മാസങ്ങൾക്ക് മുൻപ് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 13 പാർലമെന്റ് സീറ്റുകളും കോൺഗ്രസ് തനിച്ചു മത്സരിക്കുമെന്ന് പാർട്ടി നേതാവും പഞ്ചാബിലെ പ്രതിപക്ഷ നേതാവുമായ പ്രതാപ് സിംഗ് ബച്ചുവ പറഞ്ഞിരുന്നു. 2 പാർട്ടികളും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യൻ ബ്ലോക്കിലാണെങ്കിലും AAPയുമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണയും പഞ്ചാബിൽ ഉണ്ടാകില്ലെന്നാണ് പാർട്ടി നേതൃത്വം അന്ന് പറഞ്ഞത്. ഏതായാലും ഒന്നിച്ച് മത്സരിക്കാമെന്ന തീരുമാനം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്.